ഇനി നമുക്ക് ഫോർത്ത് സെമ്മിലെ പ്രാക്ടിക്കൽ എക്സാംസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാംസ് ഒക്കെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ ഇതിന് എന്താ പറയുക, PHPക്ക് നമുക്ക് മാർക്ക് നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാനും പറ്റും. അതും എളുപ്പമുള്ള കേസാണ്. ഒരു പാറ്റേണിലുള്ള ഒരു പ്രോഗ്രാം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ചെയ്ത് നോക്കിയാലേ ഇത് മര്യാദയ്ക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഈ ലിനക്സും അതേപോലെ PHP ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിനക്സ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ലിനക്സ് അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലരും വലിയണത് ഈ ഒരു സംഭവം ചെയ്യാത്തത്. അപ്പോൾ നമുക്കിത് ഫോർമാറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ലിനക്സ് റൺ ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വിൻഡോസിൻ്റെ അകത്ത് തന്നെ നമ്മളുടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിലെ റാം മിനിമം 4GB വേണം. 4GB കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പണിക്ക് പോയാൽ മതി. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ലാഗായിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റത്തിൽ 8GB റാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ 8GB റാം ഉള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ലിനക്സ് വിൻഡോസിൻ്റെ അകത്ത് റൺ ചെയ്യണ വിധമാണ്. ഇനി അതില്ലാത്തവർ അടുത്ത ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട്, അതിലേക്ക് വീഡിയോ സീക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ആ ഒരു പാർട്ടിലേക്ക് വീഡിയോ പ്ലേ ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ 8GB റാം ഉള്ളവരുടെ കേസ് ഞാൻ പറയാൻ പോവുകയാണ്. 8GB അല്ലെങ്കിൽ 4GB കൂടുതൽ റാം ഉള്ളവരുടെ കേസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് പറയണം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ആദ്യം ഉബണ്ടുവിൻ്റെ ISO ഫയൽ, ഇൻസ്റ്റലേഷൻ ഫയൽ വേണം. പിന്നെ അതേപോലെ VMware എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറും വേണം. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യണതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പം ഞാൻ VMware ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ VMwareൻ്റെ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ അവരൊരു യെസ് ഓർ നോ ചോദിക്കും, അത് യെസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും ഈ ഒരു സെറ്റപ്പ് റണ്ണായി വരാൻ. ഈ സമയത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ വെക്കുന്നതും നല്ലതായിരിക്കും. കാരണം ചില സമയത്ത് അഡീഷണൽ ഫയൽസ് ഓൺലൈനിൽ അവർ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക. പിന്നെ ഇൻസ്റ്റലേഷൻ ഡയറക്ടറി ബൈ ഡിഫോൾട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് വെക്കുന്നത്. ഇനി ഇവിടെ ഈ ജോയിൻ എന്നുള്ള ആ സംഭവം അത് അൺചെക്ക് ചെയ്യുക. ഇത് രണ്ടും അൺചെക്ക് ചെയ്തോളൂ, ഇത് ആവശ്യമില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഇത് കുറച്ച് ടൈം എടുക്കും. അതേപോലെ ഇത് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ യെസ് ഓർ നോ പോലത്തെ ഓപ്ഷൻസൊക്കെ ചോദിക്കും. അതൊക്കെ യെസ് അടിച്ച് വിട്ടാൽ മതി. കാരണം അത് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതപ്പോൾ ഇവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് യെസ് കൊടുക്കുക. അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. അങ്ങനെ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇനി തൊട്ട് ഞാൻ വേറൊരു സിസ്റ്റത്തിലായിരിക്കും ഡെമോ കാണിക്കുക. അപ്പം നമ്മൾ നേരത്തെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമ്മൾക്ക് VMwareൻ്റെ ഒരു ഐക്കൺ വരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് VMware ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കേസിൽ അവിടെ ഐക്കൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് VMware ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. ഐ വിൽ ഇൻസ്റ്റാൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിനക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് അതാണ് വരുന്നത്. പിന്നെ അതേപോലെ ഉബണ്ടു 64 ബിറ്റും സെലക്ട് ചെയ്യുക. ഇൻ കേസ് ഇതല്ല വരുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു സെറ്റിങ്ങിലേക്ക് മാറ്റിയാൽ മതി. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് അടിക്കുന്നു. ഇവിടെ ലൊക്കേഷൻ എവിടേക്ക് സേവ് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനത് ഡിഫോൾട്ട് സ്പേസിൽ തന്നെയാണ് അവിടെ തന്നെ സേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്ക് സൈസ് എത്ര വേണം എന്നുള്ളതാണ്. മിനിമം ഒരു 25 എങ്കിലും ഇടുന്നത് നല്ലതാണ്, 25 GB. അപ്പോൾ അത്രയും സ്പേസ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഫ്രീ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്തിടണം. ഇനി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു വെർച്വൽ മെഷീൻ ഇപ്പോൾ ഉണ്ടായി.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ എഡിറ്റ് വെർച്വൽ മെഷീൻ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആയി വരും. ഇവിടെ ഈ CD/DVD എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് യൂസ് ഫിസിക്കൽ ഡ്രൈവ് ആണ്, അതിന് പകരം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്യുക, യൂസ് ISO ഇമേജ് ഫയൽ എന്നുള്ളത്. എന്നിട്ട് ഇവിടുത്തെ ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് പ്ലേ വെർച്വൽ മെഷീൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനൊരു പോപ്പപ്പ് വരും, അത് ഓക്കെ അടിച്ച് കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അത് ഫുൾ സ്ക്രീൻ ആവും. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇതിൽ ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു ഉണ്ട്, ആ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ആരോ കീസ് വെച്ചിട്ട് നീക്കാൻ പറ്റും. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഉബുണ്ടു ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും വേറൊരു ചേഞ്ചസും ഇല്ല, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐ ഡോണ്ട് വാണ്ട് ടു കണക്ട് ടു ഇൻ്റർനെറ്റ് ജസ്റ്റ് നൗ, ആ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോർമൽ ഇൻസ്റ്റലേഷൻ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക, എറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു. കാരണം നമ്മൾ വെർച്വൽ മെഷീനിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ വിൻഡോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വേറെ ഒന്നും ഡിലീറ്റ് ഒന്നും ആയി പോകത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വേറെ അവരെന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്താൻ പോകണമെന്നുള്ളതാണ് കാണിക്കണേ, അത് വലിയ മൈൻഡൊന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മളുടെ ടൈം സോണും കാര്യങ്ങളും സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ പേര് ഞാനിവിടെ ജസ്റ്റ് ലിനക്സ് എന്നും പറഞ്ഞ് ഇടുന്നുള്ളൂ. പാസ്വേഡും ലിനക്സ് തന്നെ സെറ്റ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇഷ്ടമുള്ള തീം ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. എനിക്ക് ഡാർക്കാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് കൊടുത്തു. അടുത്തത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെച്ച് നമ്മളുടെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും, ശരിക്കുമുള്ള ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും. സാധാരണ എനിക്കൊരു 30 മിനിറ്റ്സ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിട്ടിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്കിന് പോയിട്ട് വരികയാണെങ്കിൽ അപ്പോഴേക്കും ഇത് ഇൻസ്റ്റാൾ ആയി തീരും. അങ്ങനെ നമ്മളുടെ ഉബുണ്ടു ഇപ്പോൾ വെർച്വൽ മെഷീനിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഇനി നമുക്കിവിടെ റീസ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സിസ്റ്റം മീൻസ് വെർച്വൽ മെഷീൻ റീസ്റ്റാർട്ട് ആവും, നമ്മളുടെ ഉബുണ്ടു ലോഡായി വരും. ഇവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ മീഡിയ റിമൂവ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് റീസ്റ്റാർട്ട് ആയിക്കോളും. ഈ എറർ ഇങ്ങനെ കാണിക്കേണ്ടത് അത്ര കാര്യമാക്കണ്ട, അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി കാണിക്കുക, അതൊന്നും ബോധർ ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിക്കോളും. അങ്ങനെ നമ്മൾ ഉബുണ്ടുവിൻ്റെ ലോഗിൻ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ യൂസർ നെയിമിൻ്റെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ലോഗിനായി. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ അകത്ത് ലിനക്സ് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ, വേറെ ഫോർമാറ്റ് ഒന്നും ഇല്ലാതെ തന്നെ സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും, ഇത് സ്കിപ്പ് കൊടുത്താൽ മതി. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതും ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഡൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഡെസ്ക്ടോപ്പ് ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, ഉബുണ്ടു ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. കോൺഫിഗറൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഉബുണ്ടുവിൽ നിൽക്കണം, നമുക്കിപ്പോൾ തിരിച്ച് വിൻഡോസിലേക്ക് ഒന്ന് കാണണം, വിൻഡോസിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഉബുണ്ടു നമുക്ക് ഷട്ട് ഡൗൺ ചെയ്ത് വിൻഡോസിൻ്റെ സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. അതല്ല എങ്കിൽ ഈ ഉബുണ്ടു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കൺട്രോള് ഓൾട്ട് ഞെക്കി പിടിക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മൗസ് പോയിൻ്റർ ഒരു കൈയുടെ ചിഹ്നത്തിലേക്ക് വരും, എന്നിട്ട് ടോപ്പിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു മെനു സ്ലൈഡായിട്ട് വരും.
ഇവിടെ ഈ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിലേക്ക് വരും. എന്നിട്ട് വിൻഡോസിൽ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിൻഡോസിലേക്ക് തിരിച്ചു വരാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഫുൾ സ്ക്രീൻ കയറണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഉബുണ്ടുവിനെ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കുമ്പോൾ ഈ ഉബുണ്ടുവിൻ്റെ കുറേ സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ കറക്റ്റ് ആവാത്ത സിറ്റുവേഷൻ നമുക്ക് ശരിയാക്കണമെങ്കിൽ നമ്മൾ ഈ ഉബുണ്ടുവിൻ്റെ റെസൊല്യൂഷൻ മാറ്റണം. അതിന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസൊല്യൂഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റെസൊല്യൂഷൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ തിരിച്ച് വിൻഡോസിലേക്ക് പോവുക, എന്നിട്ട് നമ്മളുടെ ഡെസ്ക്ടോപ്പിലേക്ക് വരിക, വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇവിടെ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്ന് കാണാൻ പറ്റും. ഇവിടെ 1920x1080 ആണ് കിടക്കുന്നത്. അപ്പം ഞാൻ ആ സെയിം സംഭവം തന്നെ എൻ്റെ VMwareൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ നോക്കട്ടെ, 1920 കണ്ട, ഇവിടെ എൻ്റെ റെസൊല്യൂഷൻ കിട്ടി. ഞാനത് എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കീപ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ സെറ്റിങ്സ് സേവ് ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആ ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂ അതോടെ സോൾവ് ആയി. എനിക്കങ്ങനെ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് വിസിബിളായി. ഇപ്പോൾ നമ്മളുടെ ഫുള്ളായിട്ട് ഉബുണ്ടുവിൻ്റെ സെറ്റിങ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ തൊട്ട് നമുക്ക് ലാബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ഇതാണ്. ഇനി ഓപ്ഷൻ നമ്പർ 2 എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പെൻ ഡ്രൈവ് അതിന് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ 2GB റാമൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തിൽ VMware ഇട്ടാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രൊസീജിയർ കുറച്ച് എന്താ പറയുക, മനസ്സിലാക്കാനും പിന്നെ അതേപോലെ എനിക്ക് കാണിച്ചു തരാനും ഒരുപാട് ലിമിറ്റേഷൻ ഉള്ളൊരു പ്രൊസീജിയറാണ്. എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് റൂഫസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഈ പോർട്ടബിൾ വെർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് വേണം ഈ ഒരു പ്രൊസീജിയറിന്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉബുണ്ടുവും വേണം, ഒരു പെൻ ഡ്രൈവും വേണം. പെൻ ഡ്രൈവിൻ്റെ അകത്ത് ഫയൽസ് ഒന്നും പാടത്തില്ല, കാരണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ ഫയൽസ് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൂഫസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു യെസ് ഓർ നോ ഓപ്ഷൻ ചോദിക്കും. യെസ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ സമയത്ത് നമ്മളുടെ പെൻ ഡ്രൈവ് ഇവിടെ ഡെറ്റക്റ്റ് ചെയ്യും. പെൻ ഡ്രൈവ് മാത്രമേ ഇവിടെ ഡെറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ എഫ് ഡ്രൈവ് വരുന്നുണ്ട്, അതപ്പോൾ നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ദിസ് PC നോക്കുമ്പോൾ USB ഡ്രൈവ് എഫ് ഡ്രൈവ് ആണ്, അത് എനിക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഇനി അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക് അല്ലെ ISO ഫയൽ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ്സിലാണ് എൻ്റെ ഉബുണ്ടുവിൻ്റെ ഫയൽ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്യാണ്. എനിക്കപ്പോൾ ആ ഫയൽ കിട്ടി. ഞാനതപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യാണ്. ഇനി നമുക്കിവിടെ പെർസിസ്റ്റൻറ്റ് പാർട്ടീഷൻ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ലിനക്സിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ട്രൈ ചെയ്യണ സമയത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്താൽ ആ ചെയ്ത കാര്യങ്ങളൊക്കെ എറേസ് ആയി പോകും, അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. പക്ഷേ ഈ റൂഫസിലൊരു ഫീച്ചറുണ്ട്, അതായത് നമുക്കത് ഓഫ് ചെയ്താലും ആ ഡീറ്റെയിൽസ് സ്റ്റോറായി കിടക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു പാർട്ടീഷൻ സൈസ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 2GB സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 16GB USB ആയതുകൊണ്ട് 2GB ഇട്ടുണ്ട്. 8GB പെൻ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് 1GB ഉള്ളതും ഇട്ട് വയ്ക്കാം. കാരണം നമ്മൾ ഈ ലിനക്സിൻ്റെ അകത്ത് ഷെൽ സ്ക്രിപ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മാക്സിമം ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഈ 2GB തന്നെ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതേപോലെ MBR പാർട്ടീഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേറെന്താ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എറർ കാണിക്കും, അത് ജസ്റ്റ് യെസ് കൊടുത്താൽ മതി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഹെൽപ്പർ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തായിരിക്കും നമ്മളുടെ പെൻ ഡ്രൈവിൽ ഉബുണ്ടു സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ടാവും. അപ്പോൾ സ്റ്റാർട്ട് ആവണേക്ക് തന്നെ ഈ ഒരു എറർ മെസ്സേജ് കാണിക്കും, അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ
പെൻ ഡ്രൈവിനകത്തുള്ള ഡാറ്റ വല്ലതും വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ അത് അവർ ഡിലീറ്റ് ചെയ്യുന്നുള്ളത് ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഫയൽസൊക്കെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇത് ഫോർമാറ്റ് ചെയ്ത് തുടങ്ങും. നമ്മുടെ പെൻ ഡ്രൈവാണ് ഫോർമാറ്റ് ആവുന്നത്, വേറൊന്നും ഫോർമാറ്റ് ആവത്തില്ല. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും, അത് നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഒരു USB ഡ്രൈവിലേക്ക്, അതായത് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് ബേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു USB വഴി നമ്മുടെ സിസ്റ്റത്തിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ റൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടം വരെയുള്ള സ്റ്റെപ്സ് എല്ലാവർക്കും സെയിം ആയിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കാണിക്കുന്ന സ്റ്റെപ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. കാരണം അത് ഓരോ കമ്പ്യൂട്ടർ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. സെറ്റിങ്സുകൾ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ അത് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ UI അങ്ങനെയുള്ള കാര്യങ്ങൾ ബയോസിൻ്റെ അകത്ത് കയറിയുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതപ്പോൾ അത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഞാൻ കാണിച്ചു തരാം. സിസ്റ്റം റീസ്റ്റാർട്ടായി വരുന്ന സെക്കൻഡിൽ തന്നെ F2 ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ ബയോസിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. ഇതാണ് അപ്പോൾ ഒരു സാധാരണ ഇതിക്ക് ബയോസിൻ്റെ സെറ്റിങ്സ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൂട്ട് മെനു എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ F8 ആണ് ബൂട്ട് മെനു ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ F8 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യാണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്നു. ഇതിൽ നമ്മളുടെ പെൻ ഡ്രൈവിൻ്റെ പേര് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഈ ഒരു പോയിന്റിലൊന്ന് സാൻഡിസ്കിൻ്റെ പേര് വന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ മതി. ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇത് ഇവിടെ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഉബുണ്ടു ലോഡായിക്കോളും. ഇനിയിപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനാണെങ്കിൽ ഈ ഒരു സൈഡിൽ പോയിട്ട് നമ്മൾ സാധാരണ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. പവർ ഓഫ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും മറ്റേ പവർ ഓഫിൻ്റെ സംഭവം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഓഫ് ചെയ്യണ ഇതിലേക്ക് പൊക്കോളും. ഇത് കഴിഞ്ഞിട്ടൊരു പോയിൻ്റ് എത്തുമ്പോൾ ഇവർ പറയും നമ്മളുടെ USB റിമൂവ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യാൻ. ആ എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ സിസ്റ്റം മൊത്തത്തിൽ ഓഫ് ആവത്തുള്ളൂ. ഇത് ഓഫ് ആവാനും ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതും പേടിക്കണ്ട. പിന്നെ ഇതേപോലെ ഓൺ ആവുന്ന സമയത്ത് ഓഫ് ആവുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ എഴുതിയും കാണിക്കും, അതും ബോധർ ചെയ്യണ്ട. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ പറഞ്ഞ എൻ്റർ പ്രസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതാണ്. അപ്പോൾ ഇതങ്ങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് ഷട്ട് ഡൗൺ ആയിക്കോളും. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി കാണിക്കും, ഓഫ് ആവും.